നമസ്കാരം. ഞാൻ ജ്യോതിഷ വാസ്തു ആചാര്യൻ കെ സുധാകരൻ. കണ്ടകശനി, അഷ്ടമശനി, ഏഴരാണ്ട് ശനി എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടകശനിയിലെ ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറിയപ്പോൾ മകയിര പകുതി, തിരുവാതിര, പുണർന്നം മുക്കാല് ഇത്രയും പേർക്ക് കണ്ടകശനി ആണ്. പിന്നെ കന്യക്കൂറുകാര്, കന്നിയിലെ ഉത്രം മുക്കാല്, അത്തം, ചിത്തിര പകുതി ഇത്രയും നക്ഷത്രത്തിന് കണ്ടകശനിയാണ്. 7-ൽ നിൽക്കുന്ന കണ്ടകനായി. അടുത്തത് 4-ൽ നിൽക്കുന്ന കണ്ടകനാണ്. മൂലം, പോരാടം, ഉത്രാടം കാല്. അപ്പോൾ അവർക്ക് 4-ൽ ശനിയാണ്. അവരുടെയും ഇതാണ് കണ്ടകശനിയാണ്. ഏഴരാണ്ട് ശനി, അതിനകത്ത് ലഗ്നത്തിൽ വരുന്നതിനെ കണ്ടകശനി എന്നും പറയും. ഇനി ഏഴാണ്ട് ശനി കാലത്ത് വരുന്നത് കുംഭക്കൂറില്, മീനത്തില്, മേടത്തില്, അവിട്ടം പകുതി, ചതയം, പൊരുരട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തികക്കാല് ഇത്രയും നക്ഷത്രങ്ങൾ ഏഴരാണ്ട് ശനി ആണ് ഇവർക്ക്. ഇപ്പം അഷ്ടമക്കൂറ്, ചിങ്ങക്കൂറിലാണ് അഷ്ടമം. ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രത്തിൽ കാല്. ഇത്തരം ഇതിന് ചിങ്ങക്കൂറുകാർക്ക് മകം, പൂരം, ഉത്രത്തിൽ കാല് ഇവർ അഷ്ടമത്ത് ശനിയാണ്. ഇവർക്ക് അഷ്ടമത്ത് ശനിയാണെങ്കിലും അവർക്ക് 11-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഈശ്വരാധീനം അവർക്ക് കിട്ടുന്നുണ്ട് അവിടെ. 11-ലെ വ്യാഴം നല്ലതാണ്. ഇനി അടുത്ത മെയ് മാസം കഴിയുമ്പോൾ അവർക്ക് അതിശക്തമായ അഷ്ടമത്തെ ശനി ഫലം ശരിക്കും ദോഷമുണ്ടാകും. അപ്പോഴാണ് അതിൻ്റെ ദോഷം ശരിക്കും ഫലിക്കുക. അപ്പോൾ ഇതിനകത്ത് ശനി സംബന്ധമായ ദോഷങ്ങളുള്ളവർക്ക് കണ്ടകശനി ശനിയാഴ്ച ദിവസം ശാസ്താവിനോ അയ്യപ്പൻ്റെ ഉപദേവന്മാരല്ലാത്ത ക്ഷേത്രങ്ങളിൽ, അയ്യപ്പ ക്ഷേത്രം, ശാസ്ത്രക്ഷേത്രത്തിൽ 1-ലെ ശനിയാഴ്ച എള്ളുതിരി, അതല്ലെങ്കിൽ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് നീരാഞ്ജനം, ഇത് തീരുന്നവരെ അത് തുടർന്ന് പോണത് ഏറ്റവും നല്ലതായിരിക്കും ഇവർക്ക്. ശനിയാഴ്ച ആണെങ്കിൽ എള്ളുതിരി അല്ല, ശനിയാഴ്ച പോയി എള്ളുതിരി എത്തിക്കുക. അതല്ലെങ്കിൽ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് തേങ്ങ മുറിയിൽ എള്ളുതിരി എത്തിക്കുക. അപ്പോൾ നീരാഞ്ജനം ജന്മനക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റും. ശനിയാഴ്ച നീരാഞ്ജനം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശനിയാഴ്ച നീരാഞ്ജനം ചെയ്യും. അതുകൊണ്ട് കുറേ മാറ്റം ഉണ്ടായി കിട്ടും. പിന്നെ രാത്രി സഞ്ചാരങ്ങൾ, ആപത്ത്, അപകടങ്ങൾ, ദുരിതങ്ങളൊക്കെ എങ്ങനെയുണ്ടാവും. മനുഷ്യനെ ജോലി ചെയ്യാനൊക്കെ പോകണല്ലോ. അപ്പോൾ പല സമയത്ത് രാത്രി രാവും പകലൊന്നും നോക്കാണ്ട് പോകണ്ടേ, പല സ്ഥലത്തും പോകണ്ടായി. അപ്പോൾ വണ്ടി ഉള്ള ആൾക്കാരൊക്കെ എല്ലാം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു അഡ്വാൻസ് ഇതിങ്ങനെ പറയണതാണ് അപ്പോൾ ഇതിന് ശനിയെ പറ്റി നമ്മൾ ഇവിടത്തേക്കാൾ കൂടുതൽ, ഞാൻ ബാംഗ്ലൂർ 2008 2 മാസം ബാംഗ്ലൂർ ജാലഹള്ളി എന്ന സ്ഥലത്ത് അയ്യപ്പ ടെമ്പിളിൽ അവിടെ 2 മാസം അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3 ചാക്ക് നാളികേരം അവിടെ ഈ നീരാഞ്ജനവും ഉടയ്ക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്ക് തന്നെ, ഭയങ്കര തിരക്കാണ്. ചെറിയ നാളികേരമാണ്, 3 ചാക്ക് നാളികേരം അവിടെ ഉടയ്ക്കും. അവിടെ മലയാളികളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവിടെ കണ്ടമാനം ആൾക്കാർ വരുന്ന സ്ഥലമാണ്. വിശ്വാസം നമ്മളിവിടത്തേക്കായി കൂടുതൽ വിശ്വാസമാണ്. ക്ഷേത്രത്തിനകത്ത് എല്ലാ നീരാഞ്ജനം കത്തിച്ച് ശാന്തിക്കാരകത്ത് നിൽക്കുമ്പോൾ ഒരു നടക്കലിൻ്റെ ഒരു സൈഡിൽ കൂടി ഒരാള് കത്തിച്ചകത്തേക്ക് കൊടുക്കും. അതകത്ത് കാണിച്ചിട്ട് അപ്പം തന്നെ ശാന്തിക്കാരൻ മറ്റേ നടയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കടയിലേക്ക് കൊടുത്ത് പുറത്തേക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു അനങ്ങാൻ പറ്റാത്ത രീതിയിൽ 2-2.5 മണിക്കൂർ നേരം വെളുത്ത ഇത് തന്നെ പരിപാടി. അത് ഉടയ്ക്കാൻ ഒരാൾ, എള്ളുതിരി വയ്ക്കാൻ ഒരാൾ, കത്തിക്കണം, നമ്മൾ കത്തിക്കണം. അങ്ങനെ അതിന് മാത്രം ആൾക്കാരുണ്ട്. ഭയങ്കര തിരക്കാണ്. ഈ തേങ്ങയൊക്കെ അവിടുത്തെ പണിക്കാർ തന്നെ അവിടെ മുകളിൽ കയറ്റി വാർക്ക പുറത്തിട്ട് ഉണക്കി വെളിച്ചെണ്ണയൊക്കെ അവർ കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞു, ഇവിടെ അമ്പലത്തിലേക്ക് ഒരു പ്രാവശ്യം കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ,
ഇനി അത് അവർക്ക് ക്ഷേത്രത്തിലേക്ക് എടുക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് എടുത്തോളം, ഞങ്ങളോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ഉണക്കി കൊപ്രയാക്കി ഞങ്ങൾ വെളിച്ചെണ്ണ ആട്ടി ഞങ്ങൾ എടുക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച വാസ്തുവിനെ കുറിച്ച് കുറേ വിശദമായ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും അറിയേണ്ടതാണ്. വാസ്തു ചെറിയൊരു കേസല്ല, ഒത്തിരി വലിയ കേസാണ്. രോഗങ്ങൾ, ദുരിതങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന വാസ്തുവിൽ നിന്നുണ്ടാകുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിലുണ്ട്.